വെൽക്കം ടു ജോയ് സ്റ്റുഡിയോ. മനുഷ്യൻ കാട് വെട്ടിപ്പിടിച്ച് മൃഗങ്ങൾ നാട്ടിലിറങ്ങി. സംരക്ഷിത വനങ്ങളിലും സമീപത്തും വർദ്ധിച്ചു വരുന്ന മനുഷ്യ സാന്നിധ്യവും അതിവേഗം മാറുന്ന ജീവിത രീതികളും വന്യജീവി സംഘർഷത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. വനമേഖലയിൽ മനുഷ്യവാസം കൂടിയതോടെ സഹജീവനത്തിൻ്റെ ശീലങ്ങൾ സമൂഹത്തിൽ നിന്നും അകന്നു. ഇത് വന്യമൃഗങ്ങളെ മാത്രമല്ല, വനഭോഗങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോത്രസമൂഹങ്ങളെയും പ്രതിസന്ധിയിലാക്കി. വനമേഖലയോട് ചേർന്നുള്ള കന്നുകാലി മേയ്ക്കലാണ് വന്യജീവി സംഘർഷത്തിന് മറ്റൊരു കാരണം. കന്നുകാലികളെ കാട്ടിനുള്ളിൽ മേയ്ക്കുന്നത് പതിവാണ്. ഇത് വനസസ്യങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് കാരണമായിട്ടുണ്ട്. ആഗോള ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിൻ്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മേഖലകളാണ്. സംരക്ഷിത വനവുമായോ വനാതിർത്തികളുമായോ പലവിധത്തിലുള്ള വിനോദസഞ്ചാരം ബന്ധപ്പെട്ട് കിടക്കുന്നു. വനപ്രദേശങ്ങളെല്ലാം സഞ്ചാരികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ജനക്കൂട്ടം ഇപ്പോൾ ഇവിടങ്ങൾ എത്തുന്നുണ്ട്. കാട്ടിനുള്ളിലേക്കുള്ള സഞ്ചാരികളുടെ കടന്നുകയറൽ വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തടസ്സപ്പെടുത്തുകയാണ്. വാഹനങ്ങൾ കാരണമുണ്ടാകുന്ന മലിനീകരണം, വനപാതകളിലൂടെയുള്ള ക്രമാതീതമായ വാഹന സഞ്ചാരം, വാഹന അപകടം മൂലമുള്ള മൃഗമരണങ്ങൾ എന്നിവയും വർദ്ധിക്കുന്നു. പെരുകുന്ന റിസോർട്ടുകളും കാടിൻ്റെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നു. മൂന്നാർ പോലെയുള്ള മേഖലകളിൽ റിസോർട്ട് വ്യവസായം വളർച്ച വ്യാപിച്ചതിൻ്റെ ഫലമായുണ്ടായ പരിസ്ഥിതികൾ ദുരന്തങ്ങളെല്ലാം അതുവഴി ശക്തപ്പെട്ട ഭൂമാഫിയ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും നാം കണ്ടതാണ്. വന്യജീവി സംഘർഷം പരിമിതപ്പെടുത്തുവാൻ വനം വകുപ്പ് നേതൃത്വത്തിൽ കിടങ്ങ് നിർമ്മാണം, വൈദ്യുതി വേലി, സൗരോർജ്ജ വേലി, മതിൽക്കെട്ടൽ തുടങ്ങിയ വ്യത്യസ്ത മാർഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സംഘർഷം ലഘൂകരിക്കാൻ ഇവ പര്യാപ്തമല്ല. ആനയെ പ്രതിരോധിക്കാനാണ് കിടങ്ങ് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് ഇത് പരാജയപ്പെടുകയാണ്. വൈദ്യുതി വേലി കെട്ടി കൃഷിയിടവും പുരയിടവും സംരക്ഷിക്കുന്ന രീതിയാണിത്. നിശ്ചിത അളവിലുള്ള വൈദ്യുതി കമ്പിവേലിലൂടെ സദാ പ്രസരിക്കും. മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ജീവികൾക്ക് ഷോക്കേൽക്കുമ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ച് അവ പിന്തിരിഞ്ഞു പോകും. വേലികളിൽ തട്ടിയാൽ ഷോക്കേൽക്കുമെന്ന ഭീതി പല മൃഗങ്ങളെയും കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റും. പക്ഷേ കമ്പിവേലികളുടെ പ്രശ്നനഷ്ടം കാലക്രമേണ ഈ രീതിയെ ദുർബലപ്പെടുത്തി. സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ കൃഷിയിടങ്ങൾ റിസോർട്ടും മറ്റും കൃത്യമായി സംരക്ഷിക്കുമ്പോൾ സഞ്ചാരപാത നഷ്ടപ്പെടുന്ന വന്യമൃഗങ്ങൾ സമീപത്തുള്ള ഫെൻസിംഗ് നടത്താത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. പതിവ് സഞ്ചാരപാത നഷ്ടപ്പെട്ടതിനാൽ മറ്റു വഴികളിലൂടെ പോകേണ്ടി വരുന്ന ആന പോലെയുള്ളവ കൂടുതൽ പരിഭ്രാന്തരാക്കും. അതിനാൽ അക്രമ സ്വഭാവം കാണിക്കും. ആറളം, ചിന്നക്കനാൽ എന്നീ പ്രദേശങ്ങളിലെ വനവാസികളെ പുനരുദ്ധരിച്ചിട്ടുള്ള ഭൂമിയിൽ കാട്ടാനകളുടെ ആക്രമണം പതിവാകാനുള്ള കാരണം ഇതാണ്. പ്രധാനപ്പെട്ട ഒന്നാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം. കുരങ്ങ്, പാമ്പ്, ആന തുടങ്ങിയ ജീവികളെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള സംഘമാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം. പേരുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ദ്രുതഗതിയിൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സംഘമാണിത്. ജനങ്ങൾ അവരുടേതായ മാർഗങ്ങൾ തേടുന്നുണ്ട്. വനത്തിനുള്ളിൽ താമസിക്കുന്ന പല ആദിവാസി സമൂഹങ്ങളെയും സംബന്ധിച്ച് ഇത്തരം രീതികൾ തലമുറകളായി കൈമാറി വന്നതാണ്. ചെണ്ടയിൽ കൊട്ടി ശബ്ദമുണ്ടാക്കുക, പടക്കം പൊട്ടിക്കുക, തീയിടുക തുടങ്ങിയ രീതികളാണ് മിക്കയിടങ്ങളിലും പിന്തുടരുന്നത്. ഏറുമാടങ്ങൾ കെട്ടി മൃഗങ്ങളുടെ പോക്കുവരവുകൾ നിരീക്ഷിക്കുന്നു. ചിലയിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ കൂലിക്ക് കാവൽപ്പടയെ നിർത്തി അവരുടെ കൃഷിസ്ഥലങ്ങൾ വന്യജീവികളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ മൃഗങ്ങളെ വിരട്ടിയോടിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് വഴി പരിഭ്രാന്തരാകുന്ന ജീവികൾ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോകും. വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും നാശനഷ്ടം സംഭവിക്കുന്ന വസ്തുവകകൾക്കും നഷ്ടപരിഹാരം നൽകുന്ന വനം വകുപ്പിൻ്റെ നടപടി സ്വാഗതാർഹമാണ്. ഒപ്പം വിമർശനാത്മകവും. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വലിയ ദുരന്തങ്ങളായി കൃഷി നശിപ്പിക്കുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യണമെന്ന നിലപാട് ശരിയല്ല. ശല്യത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ശാസ്ത്രീയമായ മാർഗങ്ങൾ കൈക്കൊള്ളുകയാണ് വേണ്ടത്. വന്യമൃഗങ്ങൾ ഇഷ്ടപ്പെടാത്ത സസ്യങ്ങൾ വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുന്നതുൾപ്പെടെയുള്ള ജൈവിക രീതികൾ അവലംബിക്കാം. വനമേലയും മൃഗസംരക്ഷണ കേന്ദ്രങ്ങളെയും സംബന്ധിച്ച് ആനകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഇടനാഴി നിർമ്മിക്കാം. എന്നാൽ എങ്ങുമെത്താതെ പോവുകയാണ് ഇത്തരം പദ്ധതികൾ. ജീവികളോട് മനുഷ്യർ ചെയ്യുന്നത് പുറം ലോകം അറിയുന്നില്ല. പുറത്തറിഞ്ഞും അറിയാതെയും മൃഗങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്, ജീവികളെ അപകടപ്പെടുത്തുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിന്
മൗനമായി കൂട്ടുനിൽക്കുകയാണ്. സർക്കാർ എല്ലാം തരുമെന്ന ജനങ്ങളുടെ ചിന്ത മാറണം. കർഷക കൂട്ടായ്മകളുണ്ട്, ജനജാഗ്രതാ സമിതികളുണ്ട്. അവർ ചേർന്ന് വനം വകുപ്പ് ചെയ്തിട്ടുള്ള ഫെൻസിങ് പോലുള്ള കാര്യങ്ങളുടെ മെയിൻ്റനൻസ് കൃത്യമായി നടപ്പാക്കണം. പ്രശ്നം പരിമിതപ്പെടുത്തുവാൻ കർഷകരുടെ കൂടി സഹകരണം ആവശ്യമാണ്. ആന കൊല്ലപ്പെട്ടപ്പോൾ പോലും പന്നിക്ക് വെച്ചത് ആന കഴിച്ചു എന്നാണ് പലരും പറഞ്ഞത്. പന്നിക്ക് വെച്ചതാണെങ്കിൽ അത് നിയമപരമായി കുറ്റമാണ്. മൃഗങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അസഹിഷ്ണുത മനുഷ്യർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ, കർഷക സംഘടനകൾ, പ്രകൃതി സംരക്ഷണ രംഗത്തുള്ള സന്നദ്ധ സംഘടനകൾ, ശാസ്ത്രജ്ഞന്മാർ, വിദഗ്ധർ എന്നിവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വനം വകുപ്പ് തേടി പരിഹാരം കാണണം. ആവാസ വ്യവസ്ഥിതിക്ക് മാറ്റങ്ങൾ വരുത്താത്ത വിളകൾ ഏതെന്ന് മനസ്സിലാക്കി അത് കൃഷി ചെയ്യുക എന്നതാണ് ഒരു വഴി. ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ശുപാർശകളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഒരു സ്ഥലത്തെ ഭൂപ്രകൃതി, സസ്യജന്തുജനങ്ങൾ, അവയുടെ ഡെൻസിറ്റി, കാലാവസ്ഥ എന്നിവയെല്ലാം പരിശോധിച്ചും കണക്കിലെടുത്തുകൊണ്ടും സുസ്ഥിരമായ കൃഷിരീതികളാണ് അനുവർത്തിക്കേണ്ടത്. ഗാഡ്ഗിൽ അവസാന വാക്കല്ല, നിർദ്ദേശങ്ങളാണ്. അതാത് പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായി കൂടി ചർച്ച ചെയ്ത് ശാസ്ത്രീയമായി പരിശോധിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞാൽ ഗുണം ചെയ്യും. പൈനാപ്പിൾ പോലുള്ള കൃഷിയാണ് ഇപ്പോൾ കൂടുതലും പേർ ചെയ്യുന്നത്. അത് കാട്ടുജീവികളെ ആകർഷിക്കാൻ ഇടയാകും. അതാത് പ്രദേശത്തിൽ ഇണങ്ങുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകരും തയ്യാറാവണം. ഒറ്റപ്പെട്ട വനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വനങ്ങളും ഉണ്ട്. ഒരു വനത്തിൽ നിന്ന് മറ്റിടത്തേക്ക് ഭക്ഷണം തേടിയോ വെള്ളം തേടിയോ പോകുന്ന വന്യജീവിയുടെ യാത്ര ചിലപ്പോൾ ജനവാസ മേഖലയിൽ കൂടിയാകാം. അത്തരം സ്ഥലങ്ങളിൽ ഇവയ്ക്ക് കടന്നുപോകാൻ ഇടനാഴികൾ സൃഷ്ടിക്കണം. ഓരോ വനത്തെയും സംബന്ധിച്ച് മാപ്പിംഗ് നടത്തണം. മനുഷ്യന് വേണ്ടി റോഡ് വെട്ടുന്നത് പോലെ മൃഗങ്ങൾക്ക് സുരക്ഷിത പാത ഒരുക്കണം. വേനൽക്കാല സാഹചര്യം കണക്കിലെടുക്കുന്ന മാപ്പിംഗ് ആണ് വേണ്ടത്. തോട്ടവനങ്ങൾ മുറിച്ചു നീക്കി സ്വാഭാവിക വനം വളരാൻ അനുവദിച്ചാൽ തന്നെ ക്രമേണ ഈ പ്രശ്നത്തിന് പരിഹരിക്കപ്പെടും. ഇതിന് കൂട്ടായ ഒരു തീരുമാനവും കൂട്ടായ ഒരു ആലോചനയും മറ്റ് സ്ഥലങ്ങളിൽ ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിലോൺ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആസാം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവർ കാട്ടുമൃഗങ്ങൾക്കും മനുഷ്യർക്കും ഉപദ്രവങ്ങളുണ്ടാകാത്ത രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. ഇവിടെ പല കാര്യങ്ങളും പഠിക്കണമെന്നും പറഞ്ഞ് പല ആൾക്കാരും, രാഷ്ട്രീയക്കാരായാലും നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഒക്കെ പോകും. അവിടെ കറങ്ങി സുഖിച്ച് കണ്ടിട്ട് തിരിച്ചിവിടെ വന്ന് നമ്മുടെ ഖജനാവിലെ പൈസ കാര്യമാക്കുന്നതല്ലാതെ ദേശത്തിനോ ജനങ്ങൾക്കോ യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നഷ്ടമാകുന്നത് ജനങ്ങൾക്കും ദേശത്തിനുമാകുന്നു. നമ്മുടെ സമ്പത്താണ് കാട്. അത് നഷ്ടമായി പോകുന്നു. ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാനോ റോഡിലിറങ്ങുവാനോ ഭവനത്തിൽ താമസിക്കുവാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. മൃഗങ്ങൾ ഇപ്പോൾ ആന മാത്രമല്ല, പുലിയും കടുവയും സിംഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് മാത്രം വരുന്നില്ല. ബാക്കി പുലി, കടുവ, കരടി, ആന, കാട്ടുപോത്ത്, ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ ഉണ്ടെങ്കിൽ അതും ഇറങ്ങിയേനെ. അതും നമ്മുടെ ഈ കാടുകളില്ലാത്തതുകൊണ്ട് അത് ഇറങ്ങുന്നില്ല. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും, കുരങ്ങ്, പന്നി, മയിലുകൾ, ഇതെല്ലാം ദേശത്തിറങ്ങി വിളകളും നാശങ്ങളും സംഭവിപ്പിക്കുന്നുണ്ട്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടുന്ന സാധനങ്ങൾ വനത്തിനകത്തുണ്ടാകണം, വെള്ളമുണ്ടാകണം, ഇതെല്ലാം ഉണ്ടാകണം. അതിനായിട്ട് നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയുള്ളൂ. കാട്ടിനകത്ത് അനധികൃതമായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കഞ്ചാവ് കൃഷികളും മറ്റും നശിപ്പിക്കുക, പ്രകൃതിക്ക് ദോഷമായി വരുന്ന അൽക്കേഷ്യകളും യൂക്കാലിപ്സ് പോലുള്ള മരങ്ങളും വെട്ടി നശിപ്പിക്കുക. അതുമാത്രമല്ല, പല പച്ചകളും, കമ്മ്യൂണിസ്റ്റ് പച്ചയും കോൺഗ്രസ് പച്ചകളും മാഫിയ പച്ചയും മനുഷ്യപ്പച്ചകളും ഒക്കെ കാട് കയ്യേറിയിട്ടുണ്ട്. അതിനെയെല്ലാം അവിടുന്ന് പിഴുതുമാറ്റുക. മുളയും ഈറയും പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അവിടെ സമൃദ്ധിയായി വയ്ക്കുക. ആസാമിൽ വെച്ച് പിടിപ്പിച്ച പോലെ പഴത്തോട്ടങ്ങളും ആപ്പിളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സുലഭമായി ഭക്ഷണം ലഭിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവർ വെള്ളം കുടിക്കുകയും അവർ അവരുടെ ആവാസ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഇതിനാണ് നാം ശ്രമിക്കേണ്ടത്. അതിന് പരിഹാരം കാണുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിലെ ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വൈര്യം മാറുകയുള്ളൂ, വൈരാഗ്യം മാറുകത്തുള്ളൂ.
പടക്കവും ഒക്കെ വെച്ച് കഴിഞ്ഞ് മൃഗങ്ങളെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യരെ കാണുന്നത് ശത്രുവായിട്ടാണ്. ആദ്യമേ ആ ശത്രുതാ മനോഭാവം മാറ്റിയതിന് ശേഷം അവരെ സുരക്ഷിതമാക്കുകയാണെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ജീവിക്കുവാൻ കഴിയും. നാശനഷ്ടങ്ങളും ഉണ്ടാകത്തില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.